ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രിയങ്ക ഗാന്ധി. കിഴക്കൻ ഉത്തർപ്രദേശിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം. ഉത്തർപ്രദേശ് പിടിക്കാൻ കോൺഗ്രസ് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. ദേശീയ നേതൃത്വത്തിലും വലിയ അഴിച്ചുപണിയുണ്ടായി. കെ.സി. വേണുഗോപാൽ എം.പിയെ എ.ഐ.സി.സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും ജ്യോതിരാദിത്യ സിന്ധ്യയെ പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും നിയമിച്ചു. വിവരങ്ങൾ ശരത് നൽകും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തകർച്ച നേരിട്ട സമയത്തു തന്നെ പ്രിയങ്ക ഗാന്ധിയെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള ആവശ്യം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ആവശ്യമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിയമിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി, അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പാർലമെന്റിൽ പ്രതിനിധീകരിച്ച ഗോരഖ്പൂർ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് കിഴക്കൻ ഉത്തർപ്രദേശ്. ഇവിടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഉള്ളത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിനെയും ബി.ജെ.പിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തിരികെ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വമാണ് പ്രിയങ്ക ഗാന്ധി നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. എത്രത്തോളം ഈ ഒരു ദൗത്യം വിജയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമെന്നതിൽ കാത്തിരുന്നു തന്നെ കാണേണ്ടുന്നതാണ്. ഏതായാലും നേരത്തെ സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ഒരു അഭ്യൂഹങ്ങൾ കൂടി ശരിവെക്കുന്നതാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ നിയമനം. ഏതായാലും ഫെബ്രുവരി ആദ്യവാരം തന്നെ തന്റെ ചുമതല ഏറ്റുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഏതായാലും പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പാർട്ടിയുടെ പിൻവാതിൽ ചർച്ചകളിലൊക്കെ തന്നെ സജീവമായിരുന്നു പ്രിയങ്ക ഗാന്ധി. എന്നാൽ ഇതാദ്യമായാണ് സംഘടനാ ചുമതല പ്രിയങ്ക ഗാന്ധിയിലേക്ക് വന്നു ചേരുന്നത്. പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുൻപന്തി ഉണ്ടാകുമെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുക. ഇതിന്റെ കൃത്യമായ സൂചനയാണ് ഗുലാം നബി ആസാദിനെ ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയെ പകരം എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയായി പശ്ചിമ ഉത്തർപ്രദേശിൽ നിയമിച്ചത്. ഏതായാലും വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും, തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരിക്കും ഇനി ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഒരു ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖമായും മാറാൻ വേണ്ടി പോകുന്നു. ഇതോടൊപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള അശോക് ഗെഹ്ലോട്ടിന് പകരമായി നേരത്തെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന കെ.സി. വേണുഗോപാലിനെയും കോൺഗ്രസ് അധ്യക്ഷൻ നിയമിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കർണാടകയുടെ ചുമതലയും കെ.സി. വേണുഗോപാൽ വഹിക്കും. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ മോദി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് കുടുംബമാണ് പാർട്ടിയെന്നും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ള കോൺഗ്രസിന്റെ സമ്മതമാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ പറ്റി ബി.ജെ.പി പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഏതായാലും ജനതയ്ക്ക് മുന്നിലുള്ളത്. ഏത് രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഉണ്ടാവുക എന്നത് അറിയണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഏതായാലും കാത്തിരുന്നേ മതിയാവും. ബീഹാറിൽ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ആർ.ജെ.ഡി. 2014 നിന്നും വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നെന്നും അതിനാൽ സീറ്റിനായി കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് ആർ.ജെ.ഡിയുടെ ആവശ്യം. കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ആർ.ജെ.ഡി നേതൃത്വം മറ്റു പാർട്ടികൾക്ക് സൂചന നൽകി. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ എൻ.ഡി.എ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ ആലോചന തുടങ്ങി. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ബീഹാറിൽ 12 ലോക്സഭാ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഈ ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് കോൺഗ്രസ് പിന്തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശിന് പിന്നാലെ ബീഹാറിലും മഹാസഖ്യത്തിന് പുറത്തേക്ക് കോൺഗ്രസ് പോകുമോ എന്ന സംശയങ്ങൾ ഉയരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു. ആ 12 സീറ്റുകളും വേണമെന്നുള്ള ആവശ്യം അതേപടി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു നിലപാട് ആർ.ജെ.ഡി ഇപ്പോൾ സ്വീകരിച്ചതോടുകൂടിയാണ് ഇത്തരമൊരു ആശങ്ക ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 2014 സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ആർ.ജെ.ഡിയും കോൺഗ്രസും കൂടാതെ തന്നെ നിരവധി പാർട്ടികൾ മഹാസഖ്യത്തിന്റെ ഭാഗമായി ബീഹാറിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ ഈ രണ്ട് പാർട്ടികളും ആർ.ജെ.ഡിയും അതുപോലെ തന്നെ കോൺഗ്രസും സീറ്റ് വിഭജന കാര്യത്തിൽ മഹാമനസ്കത കാണിക്കണമെന്നുള്ള ഒരു നിലപാടാണ് ആർ.ജെ.ഡി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആർ.എൽ.എസ്.പി, എൽ.ജെ.പി, അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ, എച്ച്.എം തുടങ്ങിയ മറ്റു പാർട്ടികളെയൊക്കെ തന്നെ സീറ്റുകൾ നൽകിക്കൊണ്ട് മഹാസഖ്യത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് 7-8 സീറ്റുകളിൽ മാത്രം മത്സരിക്കണമെന്നാണ് ആർ.ജെ.ഡിയുടെ ആഗ്രഹം. എന്നാൽ ഈ ആഗ്രഹം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല
എന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന കോൺഗ്രസ് മാറുകയും 12 സീറ്റുകളിൽ തന്നെ മത്സരിക്കണമെന്നുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്. ഇതാണ് RJD കോൺഗ്രസ് ഇല്ലാത്ത ഒരു മഹാസഖ്യത്തെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കാൻ കാരണമായിട്ടുള്ളത്. അതേപോലെ തന്നെ RJD വിട്ടുപോയ മറ്റു പല നേതാക്കന്മാരെയും കോൺഗ്രസിലേക്ക് സ്വീകരിച്ചതും RJDയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഉലയാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ചുള്ള ആലോചനകൾ RJDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് RJD വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച സൂചന മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് RJD നൽകിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ബീഹാറിലെ മഹാസഖ്യത്തിൽ 40 സീറ്റുകളിൽ എത്രയെത്ര സീറ്റുകൾ ഓരോ പാർട്ടികളും വീതിച്ചെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നുള്ള ഒരു പൊതു നിലപാടാണ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് NDAയിലെ പാർട്ടികൾ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉടൻ സീറ്റ് വിഭജനം വേണമെന്നുള്ള ഒരു ആവശ്യം മഹാസഖ്യത്തിലെ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. NDA സീറ്റ് വിഭജനം പൂർത്തിയാക്കി സീറ്റുകളിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് ഈ മഹാസഖ്യത്തിന്റെ ഭാഗമാകണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും മഹാസഖ്യത്തിന്റെ ഭാഗമായി ഉയരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഫലപ്രദമായി സീറ്റ് വിഭജനവും അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മറുവശത്ത് സീറ്റുകളിൽ 17 വീതം സീറ്റുകളിൽ മത്സരിക്കാൻ BJPയും അതുപോലെ തന്നെ JDUവും തീരുമാനമായിട്ടുണ്ടായിരുന്നു. LJP 6 സീറ്റുകളിൽ മത്സരിക്കും. ഇതിൽ LJP മത്സരിക്കുന്ന 6 സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് LJP തീരുമാനിച്ചിട്ടുണ്ട്. 17 വീതം സീറ്റുകളിൽ മത്സരിക്കുന്ന JDUവും BJPയുമാണ് ഇനി അവർ മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. മൂന്നാം സീറ്റിനെ ചൊല്ലിയുള്ള മാണി വിഭാഗത്തിന്റെ അവകാശവാദം നാടകീയമായ വഴിത്തിരിവിലേക്ക്. PJ ജോസഫിന്റെ സീറ്റ് അവകാശവാദത്തിന് പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാവെന്ന് സൂചന. 2 ആഴ്ചകൾക്ക് മുൻപ് KPCCയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സീറ്റിന്റെ കാര്യത്തിൽ PJ ജോസഫ് ഉറച്ച നിലപാടെടുത്തത്. ഇടുക്കി സീറ്റിനെ ചൊല്ലി PJ ജോസഫിന്റെ അവകാശവാദം കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കുകയാണ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. UDF നേതൃത്വത്തിന് പൊതുവിലും കോൺഗ്രസ് നേതൃത്വത്തിന് പ്രത്യേകിച്ചും കനത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണ് കേരള കോൺഗ്രസ് നേതാവായ PJ ജോസഫിന്റെ പുതിയ അവകാശവാദം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി ലോക്സഭാ സീറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിക്കണമെന്നതാണ് PJ ജോസഫിന്റെ അവകാശവാദം. ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവുമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് PJ ജോസഫ് ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സീറ്റ് അധികമായ ഒരു സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനായി PJ ജോസഫ് തയ്യാറായിരിക്കുന്നത് എന്നതാണ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിദാനം ചെയ്യുന്ന കോട്ടയം ലോക്സഭാ സീറ്റിന് പുറമെയാണ് ഇപ്പോൾ അധികമായി ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുന്നത്. ഇതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഉന്നത നേതാവുണ്ടെന്നാണ് പൊതുവിൽ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രധാനമായും 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ PJ ജോസഫുമായി ഇത്തരത്തിൽ ചർച്ച നടത്തുകയും PJ ജോസഫ് ഇടുക്കി ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വാർത്താമാധ്യമങ്ങളെ കണ്ട PJ ജോസഫ് തന്നെ ചാലക്കുടി അല്ലെങ്കിൽ ഇടുക്കി സീറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കണം എന്ന തൻ്റെ മുൻ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഇടുക്കി ചാലക്കുടി ഈ സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും കേരള കോൺഗ്രസിന് ലഭിക്കണം. ഈ ആവശ്യം ഐക്യജനാധിപത്യങ്ങളുടെ UDFിലെ നേതൃയോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നതിനെ പറ്റി KPCC പ്രസിഡന്റ് പ്രസ്താവന കാണുകയുണ്ടായി. ഇടുക്കി പോലുള്ള സീറ്റിൽ ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന അഭിപ്രായം അവിടെ ധാരാളമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇടുക്കിയിലെ പാർട്ടിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കോൺഗ്രസ് പാർട്ടിക്കാർ പുള്ളി മത്സരിക്കുന്നത് ഞാനും സ്വാഗതം ചെയ്യുന്നു. ഉണ്ടോ തീർച്ചയായിട്ടും ഇല്ല, അതൊന്നുമില്ല, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും PJ ജോസഫ് വിജയിക്കുകയാണെങ്കിൽ തൻ്റെ മകനെ അവിടെ തൻ്റെ ഒഴിവ് വരുന്ന തൊടുപുഴ അസംബ്ലി സീറ്റിൽ മത്സരിപ്പിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങളിലൊന്ന്. സ്വാഭാവികമായും നേരത്തെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഇടുക്കി ലോക്സഭാ സീറ്റിലേക്ക് പ്രത്യേകമായി പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഈ മുതിർന്ന നേതാവ് ആണ് ഇത്തരത്തിൽ PJ ജോസഫിനെ കൊണ്ട് ഇത്തരം ഒരു അവകാശവാദം മുൻപോട്ട്
മുൻപോട്ട് വെപ്പിച്ചിരിക്കുന്നത് എന്നതിനാൽ ഉമ്മൻചാണ്ടി തൻ്റെ ഏറ്റവും അടുത്ത ആളുകളോട് പോലും ഇടുക്കി ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. എന്തായാലും പി ജെ ജോസഫിൻ്റെ പുതിയ അവകാശവാദം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലും പുതിയ ആഭ്യന്തര തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒഴിവുവരുന്ന എല്ലാ സീറ്റുകളും മാണിയും അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ചേർന്ന് കൈക്കലാക്കുന്ന പ്രവണത ഇനി പാർട്ടിക്കുള്ളിൽ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് വർക്കിംഗ് പ്രസിഡന്റായ പി ജെ ജോസഫിൻ്റെ ഇനിയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നുകിൽ കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ടാണെങ്കിലും ഇടുക്കി ലോക്സഭാ സീറ്റ് തനിക്ക് വേണം എന്നതാണ് പി ജെ ജോസഫ് പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത്. ഇതിനോട് കേരള കോൺഗ്രസ് മാണി വിഭാഗം മാണിയോ അല്ലെങ്കിൽ ജോസ് കെ മാണിയോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പി ജെ ജോസഫിൻ്റെ പുതിയ അവകാശവാദത്തെ തുടർന്ന് അതിന് ബദലെന്നോണം ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി അധികമായ ഒരു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ ജേക്കബ് വിഭാഗം അനൂപ് ജേക്കബും ഒരു സീറ്റ് പുതിയതായി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സീറ്റ് വിഭജനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ കൂടുതൽ അവകാശവാദങ്ങൾ മുന്നണിയിൽ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. പാലക്കാട് ആലത്തൂരിൽ CPM ലോക്കൽ സെക്രട്ടറിക്ക് നേരെ RSS ആക്രമണം. കണ്ണമ്പ്ര ലോക്കൽ സെക്രട്ടറി MK സുരേന്ദ്രനാണ് വെട്ടേറ്റത്. ആലത്തൂർ കോടതി വളപ്പിനകത്ത് വെച്ചായിരുന്നു അക്രമം. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. പ്രധാന വാർത്തകൾ നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ആലത്തൂരിലെ കോടതി വളപ്പിൽ വെച്ചാണ് സുരേന്ദ്രനെ RSS പ്രവർത്തകനായ ശിവദാസൻ ആക്രമിക്കുന്നത്. പ്രദേശത്ത് ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ചെറിയ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം എത്തിയതായിരുന്നു സുരേന്ദ്രൻ. കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ബൈക്കിൽ ഇവരോടൊപ്പം മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം. കൊടുവാൾ കൊണ്ട് സുരേന്ദ്രന്റെ കഴുത്തിനും അതോടൊപ്പം തലയ്ക്കും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ സുരേന്ദ്രനെ ഈ സമയത്ത് തന്നെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ആക്രമണത്തിന് ശേഷം ശിവദാസിനെ പിടികൂടി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ശിവദാസൻ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. ഇവിടെയുള്ള ഒരു അഭിഭാഷകയെ ആക്രമിച്ച കേസിലും അതോടൊപ്പം തന്നെ DYFI നേതാവ് കണ്ണമ്പ്രയിലെ DYFI നേതാവ് രതീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ കേസിലും പ്രതിയാണ്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷമൊന്നും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും RSS-ഉമായും അതോടൊപ്പം തന്നെ CPM-ഉമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇല്ല. ഈ സമാധാന അന്തരീക്ഷം തകർക്കാൻ RSS പ്രവർത്തകർ മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് ഈ കൊലപാതക ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് CPM ആരോപിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് എല്ലാ ജില്ലകളിലും ഓരോ ഭവന സമുച്ചയം ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന 49,482 വീടുകളുടെ നിർമ്മാണം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരാൻ ഉതകും വിധം ബദൽ നയങ്ങളാണ് LDF സർക്കാർ നടപ്പാക്കുന്നതെന്നും ധർമ്മട മണ്ഡലത്തിൽ നടന്ന LDF കുടുംബ സംഗമത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂരിൽ നിന്നും M സന്തോഷിന്റെ റിപ്പോർട്ട് കാണാം. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാടിനുണ്ടായ മാറ്റം വിശദീകരിച്ചും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടുമാണ് ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തത്. സാമൂഹ്യ നീതിയിൽ ഊന്നിക്കൊണ്ടുള്ള സർവ്വതല സ്പർശിയായ വികസന നയവുമായാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള വികസന നയമാണ് LDF സർക്കാർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായി ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതി പ്രകാരം വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് നൽകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ഈ പദ്ധതിയും വളരെ വേഗത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. വിവിധ കാരണങ്ങൾ കൊണ്ട് വായ്പകൾ ലഭിച്ചിട്ടും വീട് പൂർത്തീകരിക്കാൻ കഴിയാത്തവർ അവരുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയിരുന്നു. അതിൽ 91.16% വീടുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ മാർച്ച് 31-നകം തന്നെ ഇത് 100% മാറ്റാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഓരോ ജില്ലയിലും ഓരോന്ന് വീതം പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലൈഫിന്റെ ഭാഗമായി നമ്മൾ കണക്കാക്കിയത് വീടില്ലാത്തവർക്ക് വീട് നൽകലാണ്, പാവപ്പെട്ടവർ. 5 ലക്ഷത്തോളം വീടുകൾ. അതില് നേരത്തെ വീട് നിർമ്മാണം ആരംഭിച്ച് പകുതി കഴിച്ചു ചില വായ്പയൊക്കെ സംഘടിപ്പിച്ചതാണ്.
പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വഴിയില്ല. അതാണ് ആദ്യമായിട്ട് എടുത്തത്. ആദ്യഘട്ടം 50,000 വീടുണ്ടായിരുന്നു. അത് മുഴുവൻ ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഒന്നാം ഘട്ടം പൂർത്തിയായി. എന്നാൽ അതോടൊപ്പം മൂന്നാമത്തെ ഗണത്തിലുള്ള ഒരു വിഭാഗത്തെ കൂടി ഇപ്പൊ എടുക്കുക, ഈ വർഷം എടുക്കുക. അത് വീടുമില്ല, സ്ഥലവുമില്ല. അവർക്ക് സ്ഥലമെടുത്ത് ഭവന സമുച്ചയം പണിയണം. അപ്പൊ ഓരോ ജില്ലയിലും ഓരോ ഭവന സമുച്ചയമെങ്കിലും ഈ വർഷം തന്നെ പണിയാൻ പറ്റും. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ചെറിയൊരു വിഭാഗം ആൾക്കാരിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ രാജ്യത്ത് പൊതുവെ കണ്ടുവരുന്നത്. പണക്കാർ കൂടുതൽ പണക്കാരനായും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായും മാറുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾ കാരണമാണ്. ഇതിന് ബദൽ നയവുമായാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനാവശ്യമായിട്ടുള്ള ബദൽ നയങ്ങളുമായാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നടപ്പാകില്ല എന്ന് പലരും പറഞ്ഞിരുന്ന പല പദ്ധതികളും, ഗെയിൽ പദ്ധതിയും ദേശീയപാത വികസനവും കൂടംകുളം പൈപ്പ് ലൈൻ പദ്ധതി ഉൾപ്പെടെ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2 ദിവസങ്ങളിലായി ധർമ്മടം മണ്ഡലത്തിലെ 9 കുടുംബ സംഗമങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ഈ കുടുംബ സംഗമങ്ങളിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ അമൃതാനന്ദമയിയുടെ പഴയ പ്രസ്താവന പീപ്പിളിന്. യുവതികളും ശബരിമലയിൽ പ്രവേശിക്കണം എന്നതാണ് തന്റെ ആഗ്രഹം. വിശ്വാസമുള്ള ആരെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നും എന്റെ സങ്കല്പത്തിലെ ഈശ്വരന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്നുമായിരുന്നു അമൃതാനന്ദമയിയുടെ അന്നത്തെ പ്രസ്താവന. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ ജ്യോതി സംഗമത്തിലെ മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകളാണിത്. ക്ഷേത്രങ്ങള് നമ്മുടെ സംസ്കാരത്തിന്റെ തൂണുകളാണ്. ക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന്റെ തൂണുകളാണ്. നമ്മൾ സംരക്ഷിക്കുന്ന ആവശ്യമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ കളയുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമാണ്. എന്നാൽ ഈ നിലപാടല്ല അമൃതാനന്ദമയി മുൻപ് സ്വീകരിച്ചത്. 11 വർഷങ്ങൾക്ക് മുൻപുള്ള അമൃതാനന്ദമയിയുടെ വാക്കുകളാണിത്. എന്റെ ആഗ്രഹം എല്ലാവരും കേട്ടണമെന്നാണ് എന്റെ സങ്കല്പം. അവര് പിന്നെ ശുദ്ധിയൊക്കെ പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ, അവിടെ തുപ്പരുത്. കാരണം ഒരു വിശ്വാസി ഇപ്പൊ ക്ഷേത്രത്തെ പരിസരത്ത് തുപ്പാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ വിശ്വാസികളെ വൃത്തിയെ കൊണ്ടുവരികയുള്ളൂ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. എല്ലാവരും കേട്ടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വിശ്വാസമുള്ളവർക്ക് കയറാം. ഞാനൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മതി. അല്ല പിന്നെ അവിടെ കയറിയിട്ട് എന്ത് നേടാനാണ്? അതായിരിക്കും അങ്ങനെ പറയാം. എനിക്കറിഞ്ഞൂടാ. എന്റെ ആഗ്രഹം അങ്ങനെയാണ്, എന്റെ ചിന്താഗതി ഇങ്ങനെയാണ്, കെട്ടണമെന്നുള്ളതാണ്. പക്ഷെ എന്താണ് അവരുടെ കൊണ്ടുവച്ച നിയമം? ഈ വൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൃത്തി അല്ലെങ്കിൽ അവർ വൃത്തി കൊണ്ടുവരത്തില്ലല്ലോ. പൈസ എന്നതിന് ശേഷം മറ്റുള്ളവർക്ക് എന്റെ ഈശ്വരൻ സ്ത്രീ പുരുഷ വ്യത്യാസമുള്ള ഈശ്വരന് അല്ല എന്റെ സങ്കല്പം. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ അമ്പലങ്ങൾ ജനങ്ങളുടെ തീരുമാനമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ട് എന്തുമാ. 2 പ്രസ്താവനയിലെയും വിരുദ്ധമായ നിലപാട് ശബരിമല വിഷയത്തിലെ ഇരട്ടത്താപ്പ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിൽ അമൃതാനന്ദമയെ കൊണ്ടുവന്നത് ആരുടെയെങ്കിലും ഭാഗ്യശക്തി ഉണ്ടോ എന്നും ഇതിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. റഷ്യൻ അതിർത്തിയായ കെർഷ് കടലിടുക്കിൽ കപ്പലുകൾക്ക് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ 6 ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. 6 ഇന്ത്യക്കാരെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. രക്ഷപ്പെട്ടവരിൽ മലയാളിയായ അശോക് നായരും ഉൾപ്പെടുന്നു. ആകെ 4 മലയാളികളെ ഇതുവരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. 15 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുവാനായി അഭിത്ര ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിത്ര, എപ്പോഴായിരുന്നു ഈ അപകടം? ഇന്ത്യക്കാർ മാത്രമാണോ ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്? രക്ഷാപ്രവർത്തനങ്ങൾ എപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പൂർത്തിയായോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, റഷ്യൻ കടലിടുക്കിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രകൃതിവാതകം വഹിച്ചിരുന്ന കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടത്. വെനീസ്, മെസ്രോ എന്നീ കപ്പലുകൾക്കാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു കപ്പലിൽ നിന്നും മറ്റൊരു കപ്പലിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 15 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. രക്ഷപ്പെട്ടതിൽ മലയാളി താരം അശോക് നായരും ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് വിവരം. മറ്റുള്ളവരുടെ കൂടുതൽ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല.